2026 ജൂലൈ 26 സിറാജ് എഡിറ്റോറിയൽ. പാറ്റകൾക്ക് അടിയറ പറഞ്ഞ് കേന്ദ്രം. ഒടുവിൽ പാറ്റകൾക്കു മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സർക്കാരിനും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കത്തിപ്പടർന്ന ആഴ്ചകൾ നീണ്ട പ്രക്ഷോഭത്തെ പ്രതിരോധിക്കാനാകാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. പരീക്ഷാ ക്രമക്കേടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെയും വിദ്യാർത്ഥി സമൂഹത്തിന്റെയും മുഖ്യ ആവശ്യം. ഏകാധിപത്യത്തിന്റെ പരാജയവും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയവുമെന്നാണ് രാജിയെക്കുറിച്ചുള്ള CJPയുടെ പ്രതികരണം. വിദ്യാഭ്യാസ പരിഷ്കർത്താവും സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം വാർത്താപ്രാധാന്യം നേടിയതോടെ സമരവേദിയിലേക്ക് യുവജനങ്ങൾ ഒഴുകി. വിദ്യാർത്ഥി സംഘടനകളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇതര പ്രതിപക്ഷ പാർട്ടികളും പാർലമെന്റിനകത്തും പുറത്തും സമരത്തിനു പിന്തുണയുമായി രംഗത്തു വന്നു. അതോടെ പ്രശ്നത്തിൽ മൗനം പാലിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണവുമായി രംഗത്തെത്തി. സമരം കരുത്താർജിച്ചപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വേണ്ടെന്നും അതൊഴികെ സമരക്കാരുടെ മറ്റാവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്നുമായിരുന്നു കേന്ദ്ര നിലപാട്. വിഷയം രാജിയിലേക്കെത്താതെ പരിഹരിക്കാൻ മോദി സർക്കാർ അടവുകൾ 18 പയറ്റി. വകുപ്പ് മാറ്റി ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവുമുണ്ടായി. പ്രക്ഷോഭകരെ തണുപ്പിക്കാൻ പരീക്ഷാ ചോർച്ച തടയുന്നതിനുള്ള പ്രത്യേക ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും NTA-യിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 47 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും ചെയ്തു. എങ്കിലും രാജിയിൽ കുറഞ്ഞൊന്നും സമ്മതമല്ലെന്ന സമരക്കാരുടെ നിലപാടിൽ സർക്കാരിനു കീഴടങ്ങേണ്ടി വന്നു. മോദി ഭരണത്തിലെ 12 വർഷത്തിനിടെ ആദ്യമായാണ് മുതിർന്ന BJP നേതാവായ കേന്ദ്രമന്ത്രിയുടെ രാജി. പാർട്ടിയിലും സർക്കാരിലും കരുത്തനാണ് ഒഡീഷയിൽ നിന്നുള്ള RSS നേതാവായ ധർമ്മേന്ദ്ര പ്രധാൻ. 2012 മുതൽ പാർലമെന്റിൽ BJPയെ പ്രതിനിധീകരിക്കുന്ന പ്രധാൻ നേരത്തെ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രി, ഉരുക്ക് മന്ത്രി, BJP ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്രീകൃത പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അനാസ്ഥയും സുതാര്യമില്ലായ്മയുമാണ് കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച സമരത്തിനു വഴിവെച്ചത്. പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച, മൂല്യനിർണ്ണയത്തിലെ അപാകത, പരീക്ഷാ കേന്ദ്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ തുടങ്ങി നിരവധി ഗുരുതര പ്രശ്നങ്ങളാണ് NTA-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർണായക ചുമതലകൾ സ്വകാര്യ ഏജൻസികൾക്കു കൈമാറിയതും ചോദ്യപേപ്പർ വിതരണത്തിലും സൂക്ഷിപ്പിലും കാണിച്ച അശ്രദ്ധയുമാണ് ഇതിനു വഴിയൊരുക്കിയത്. കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനം കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന അവകാശവാദത്തോടെയാണ് NTA തുടങ്ങിയത്. ഇപ്പോഴത് പരീക്ഷാ സമ്പ്രദായത്തിലുള്ള വിശ്വാസ്യത തന്നെ തകർക്കുകയാണ്. മെയ് 15 അഭിഭാഷകരുടെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകൾ എന്നും പരോന്നഭോജികളെന്നും പരിഹാസരൂപേണ വിശേഷിപ്പിച്ചതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിറവിക്ക് നിമിത്തമായത്. സ്വാഭാവികമായും തൊഴിൽ രഹിതരായ യുവാക്കളെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. അഭിജിത്ത് ദീപ്കെ എന്ന യുവ രാഷ്ട്രീയ തന്ത്രജ്ഞൻ തൊഴിൽ രഹിതരുടെയും മടിയന്മാരുടെയും ശബ്ദം എന്ന ടാഗ് ലൈനോടെ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ അമാന്യമായ പരാമർശത്തിനെതിരെ പ്രതികരിച്ചത്. യുവാക്കൾക്കിടയിൽ ഇത് വൻ സ്വാധീനം നേടി. 5 ദിവസം കൊണ്ട് 10 ദശലക്ഷം ഫോളോവേഴ്സാണ് ഈ മൂവ്മെന്റ് നേടിയത്. തുടർന്ന് ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് സ്വീകരിച്ചു. ഇന്നിപ്പോൾ അജയ്യമെന്ന് ഊറ്റം നടിച്ചിരുന്ന കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച ജനകീയ കൂട്ടായ്മയായി ഇത് വളർന്നിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകവും അടിത്തറയുമാണ് വിദ്യാഭ്യാസം. ഈ അടിത്തറയിൽ അഴിമതിയുടെയും ക്രമക്കേടിൻ്റെയും കരിനിഴൽ വീഴുന്നത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും. അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് വിലയില്ലാത്ത അവസ്ഥ ഏതൊരു ജനാധിപത്യ രാജ്യത്തിനും നാണക്കേടും ആപൽക്കരവുമാണ്.
പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ഒരു സാങ്കേതിക വീഴ്ചയെന്ന മട്ടിൽ ചെറുതായി കാണരുത്. രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയുടെ അർപ്പണബോധത്തിന്മേൽ ഏൽക്കുന്ന കടുത്ത ആഘാതമാണത്. പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനും കുറ്റമറ്റതാക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാകണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. NIT പോലുള്ള സ്ഥാപനങ്ങളുടെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിച്ച് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ചോർച്ചയില്ലാത്തതും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം രാജ്യത്ത് പുനഃസ്ഥാപിക്കാൻ ഇത് വഴി തുറക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ തങ്ങൾക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം ഭരണകൂടം മറക്കരുത്.